അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ഇൻ ബാംഗ്ലൂരുമാണ്. ഇന്നലെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ അധികം പുറത്തോട്ടൊന്നും പോയില്ല. സോ ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെതാ അടുത്ത ജംഗ്ഷനിൽ വന്നത് ബസ്സിൽ ചാടിക്കുക. മെട്രോ സ്റ്റേഷൻ. സോ ഹിയർ വി ആർ അറ്റ് ബാംഗ്ലൂർ മെട്രോ. അപ്പം മെട്രോയിൽ കയറി എവിടെയെങ്കിലും പോകാനാണ് നമ്മുടെ പ്ലാൻ. മെട്രോയുടെ മാപ്പ് കണ്ടിട്ട് എവിടെ എത്തണം നമ്മൾ തീരുമാനിക്കാം. ഓക്കെ. ബാംഗ്ലൂർ മെട്രോയിൽ ടിക്കറ്റ് എടുക്കാനുള്ള എളുപ്പ വഴിയാണ് അവരുടെ ചാറ്റ് ബോട്ട് യൂസ് ചെയ്ത് നമുക്കൊരു QR ജനറേറ്റ് ചെയ്ത് ടിക്കറ്റ് കിട്ടും. സോ അത് അവിടെ സ്കാൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് മറ്റേ ടിക്കറ്റ് എടുക്കുന്നത് ക്യൂ നിൽക്കാതെ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. എവിടെയാണ്? കപ്പൺ പാർക്ക്. അവിടുന്ന് വേറെ കുറച്ച് പ്ലേസസ് ഒക്കെ ഉണ്ട്. സോ അത് ഒരു കണക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നി. സോ നമ്മൾ ആദ്യം അങ്ങോട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഏകദേശം 5 മിനിറ്റ് ഡിലേ ഉണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഹെഡിങ് ടുവേർഡ്സ് കപ്പൺ പാർക്ക്. നമ്മുടെ ഫസ്റ്റ് മെട്രോ എത്തിക്കഴിഞ്ഞു. നമ്മൾ അതിനകത്ത് കയറിയിട്ട് ബാക്കി കാണാം. അപ്പം നമ്മളിപ്പോൾ ഓഫീസ് ടൈമല്ല, വർക്കിംഗ് ഡേ ആണ്. പിന്നെ ഏകദേശം 12 മണിയാണ് വലിയ തിരക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കബൂൺ സ്റ്റേഷൻ. നമ്മൾ കബൂൺ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം തീരുമാനിക്കും. അങ്ങനെതാ മെട്രോയിൽ നിന്ന് നമ്മുടെ എസ്കലേറ്ററൊക്കെ വലിഞ്ഞു കയറുന്നു. കബൂൺ പാർക്കിന്റെ എൻട്രൻസിന്റെ അല്ല, അത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഡൂസ് ആൻഡ് ഡോൺസ്. സോ ഗയ്സ്, നമ്മൾ കബൂൺ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഒന്നുമില്ല, വെറുതെ തണ്ടി തിരിഞ്ഞ് നടക്കാം, അത്രേ ഉള്ളൂ. കണ്ട മരത്തിലൊക്കെ വലിഞ്ഞു കയറുന്നുണ്ട്. ഉടൻ തല്ലി വീണില്ലേ കൊള്ളാം. 2 പോസ് ഇടൂ. അടുത്ത പോസ്. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണം. ഇവിടെ അധികം കാണാനൊന്നുമില്ല, വെറുതെ കുറെ നേരം വന്ന് നടന്നുകൊണ്ടൊക്കെ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ വിജയമല്ലിയുടെ വീട്. ഇതോ ആ UBCയുടെ മണ്ടയിൽ ഒരു എമ്മണ്ട വീടാണത്. അവിടെ നല്ല കിട്ടിലുമാണ്. നമ്മൾ നേരത്തെ കണ്ട കിങ്ഫിഷർ ടവേഴ്സ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് അത്. UBC ഒരു മാളാണ്. അത്യാവശ്യം നല്ല കിടിലം പോർഷലൊക്കെയുള്ള മാളാണ്. നമുക്കിനി അവിടെ പോവാം. അങ്ങനെ കബൂൺ പാർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് UBC വരുന്നത്. അവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. ഈ ഒരു ഫ്ലൈ ഓവർ ഫുട്പാത്ത് കയറി വേണം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ. കഴിഞ്ഞോട്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ UBC പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് കയറിയാലേ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും. ഈ മന്ദബുദ്ധി ലിഫ്റ്റ് ഉണ്ടായിട്ട് നമ്മളെ സ്റ്റെപ്പിൽ കൂടെ കയറ്റിക്കൊണ്ട് വന്ന് ക്ഷീണിച്ചു. ഇത് മണ്ടനാ. അവിടെ ഗേറ്റ് തുറന്ന് നടന്നിട്ട് എന്നെ മതില് ചാടിച്ച് നോക്കിയപ്പോ ഗേറ്റ് തുറന്നു. ഞാൻ പറഞ്ഞു ഗേറ്റ് തുറന്നു ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നെ മതില് ചാടിച്ച്. അങ്ങനെ നമ്മളിതാ നേരെ വന്ന് ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റൊക്കെ അവന്മാര് നശിപ്പിച്ചു വെച്ചേക്കാണോ? ഇത് കത്തുന്നില്ല, നമുക്ക് നടന്നു പോവാം. ലിഫ്റ്റ് വർക്ക് ആവണില്ല ഗൂയിസ്. നടന്ന് ഞാനൊരു പരുവാവും. ഇല്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് ഓടി നടക്കണമെന്നാണ് ഒരാളുടെ പ്രായം. ആകെ 500 മീറ്റർ നടന്നാൽ മതി, വെറും 3 മിനിറ്റ്. അതിന് പോലും വയ്യ. ഇവിടെ നമ്മുടെ നാട്ടിലത്രയും ചൂടും എന്തു പറയുന്ന കാഠിന്യമൊന്നും ഇല്ല വെയിലിന്. അത്യാവശ്യം മൈൽഡ് വെയിലാണ്, കാറ്റിന് അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പൊ നടന്നു പോകുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ ഇരിക്കുന്ന കുറച്ച് വാൻ ഓഫീസാണ്. മാരിറ്റിന്റെ ഫ്രണ്ടിലൂടെയാണ് നടന്നു പോണത്. ഇതാണ് എനിക്ക് മാരിയറ്റ്. നമ്മുടെ അവിടെ കൊച്ചിയിലുണ്ട്. സോ ഈ നടന്നു പോകുന്ന പാത്തൊക്കെ അത്യാവശ്യം നല്ല കിലോമീറ്റർ അല്ലേ. ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഈ ഏരിയ അത്യാവശ്യം കിലോമാണ്. ഇതൊരു സ്കൂളാണ്. പിള്ളേർക്കൊക്കെ നല്ല സുഖമായിരിക്കുമല്ലോ, നേരെ നടന്ന് UBC കയറിയാൽ. സോ ബോറടിക്കുമ്പോൾ ചില്ല് ചെയ്യാം. നമ്മുടെ UBC
അവിടെയാണ് നമ്മുടെ കിങ്ഫിഷർ ടവർ. അവിടെയാണ് ഇതാണ് നമ്മുടെ UB സിറ്റിയുടെ എൻട്രൻസ്. നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുകയാണ്. ഇതിന്റെ ബാഗൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്തു. ചേച്ചി ഉടനെ വീഡിയോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് പാളം വെച്ചു. ഇനി ചേച്ചിയുടെ വീഡിയോ എടുക്കരുതെന്നാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അതോ ഇനി മാളിന്റെ വീഡിയോ എടുക്കരുതെന്നാണോ എന്തോ. എന്തായാലും നമ്മളവിടെ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി. കാരണം വേറെ ആൾക്കാരും ഫോട്ടോയും വീഡിയോയും Insta360 എല്ലാം വെച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കിടില ഇന്റീരിയർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവർക്ക്. ഇതിനകത്ത് ഒരു വീഡിയോ അലോ ചെയ്യത്തില്ല. പക്ഷെ നല്ല സൂപ്പർ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഒക്കെയാണ് ഇവർക്കുള്ളത്. അപ്പൊ നമ്മൾ മുകളിലെത്തിയതായി ഒരു ഓപ്പൺ ഏരിയയിലോട്ട് നോക്കിയിറങ്ങണം. ഇവിടെ അത്യാവശ്യം ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്. അത്യാവശ്യം ഫുഡ് ഷോപ്സും പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ഫുഡ്സിന്റെ ഷോപ്സും ഇങ്ങനെ പുറത്തൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഒരു ആംഫി തിയേറ്റർ മോഡലാണ്. നമ്മൾ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റും. തിരിച്ച് നമ്മൾ അതുവഴി നടന്നു പോയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെയൊക്കെ കണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞത് വെറുതെ വന്ന് AC ഒക്കെ കൊണ്ടിരിക്കാൻ കൊള്ളാല്ലേ. അകത്ത് കയറി കുറച്ചധികം അകത്ത് കയറി കഴിക്കാൻ നിന്നാൽ കയ്യിൽ നിന്ന് പൈസ പോകുന്നതിന് ഒരു വിലയും കാണില്ല. കാശുള്ളവർക്ക് അത്യാവശ്യം നല്ല ചിലോട്ടൊക്കെ ചെയ്ത് സാധനമൊക്കെ മേടിച്ച് പോകല്ലേ. ഇവളെ പോലുള്ള സാധാരണക്കാരെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് മുതലാവില്ല. കണ്ണി കണ്ടയൊക്കെ വാരി ഓർഡർ ചെയ്ത് കളയും. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ഇതിന്റെ ഷോപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാം നല്ല കിടിലമാണ് കാണാനും. നല്ല ഇന്റീരിയേഴ്സ് ഒക്കെ നല്ല റോയൽ ലുക്കാണല്ലേ. പാലസിന്റെ മോഡലാണ്. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഫുഡ് സ്പോട്ടിലോട്ട് പോകാം. ഇവിടെ വീഡിയോ അലോഡല്ലെന്ന് പറഞ്ഞു. മഞ്ഞ ഷോളിട്ട ചേച്ചി അത്യാവശ്യം നല്ല കിടിലമാണ്. ഒന്നും ഇല്ല അധികം. അപ്പൊ നമ്മൾ UB സിറ്റിന്ന് തെണ്ടി തിരിഞ്ഞ് വെളിയിറങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്നു? ഫുഡ് കഴിക്കാൻ. ഇവിടെ ഏതോ കൊറിയൻ റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ പറ്റിച്ച. സോ ആ കാണുന്ന റൂഫ് ടോപ്പാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് റോസോ. സോ നമ്മൾ 17th ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ ഒരു വിൻഡോ സൈഡിൽ നമ്മൾ സെറ്റായി. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സീറ്റായിരുന്നു. അതോ അങ്ങ് ദൂരെ കാണുന്നതാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. ഇവിടെ RCBയുടെ ഹോം ഗ്രൗണ്ട്. സോസു. ഒരാളുടെ കൊറിയൻ രാമേൻ ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ വേറെ സിഗ്നേച്ചർ ആയിട്ടാണ് രാമേൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കിംചി രാമേനായിരുന്നു. ഇത് കൊറിയൻ രാമൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് വന്നു. ചേട്ടൻ നമുക്കത് സെർവ് ചെയ്ത് തരുന്നുണ്ട്. നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് പുള്ളി എല്ലാം ചെയ്യുന്നത്. That's enough. You can keep it there. Oh, is it? ऐसे बच्चों की मत YouTube कह रहे हैं. വേറെ പോയി വെച്ചിട്ട് കഴിക്കാൻ. അത് വേറെ വാങ്ങണോ? ഇവിടെ എന്തോ ഒരു നീല കളർ സ്പ്രൈറ്റ്. ഒരാൾക്കവിടെ കൈവച്ച് നക്കി വടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇറങ്ങി. ഓ ഭയങ്കര സ്റ്റാൻഡേർഡാണ് ഗൈസ്. അങ്ങനെ സ്റ്റാർട്ടറൊക്കെ കഴിച്ചിരുന്നപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം വന്നു. ശ്രീയുടെ രാമേനും. പിന്നെ എൻ്റെ ഐറ്റത്തിൻ്റെ പേര് ഞാൻ മറന്നു. തൽക്കാലം നമുക്ക് ചോറും കറി എന്ന് പറയാം. കാരണം സെയിം അവസ്ഥയായിരുന്നു അതിന്. അത് ഓണല്ലോ, അപ്പോൾ ഗൈസ് ഇതാണ് കൊറിയൻ രാമേൻ. ഇതെന്തോ സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞ് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുക, തിന്നുക, ആസ്വദിക്കുക. അങ്ങനെയൊക്കെ ഒരു ലൈഫാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. ഞാനും ഒരു സ്വപ്നം കണ്ടിട്ടുള്ളൂ. എപ്പോഴെങ്കിലും മാസത്തിലൊരു 4-5 കേട്ടോ. സൊല്യൂഷൻ സക്സസ്. എൻ്റെ ഭാഗം തീർന്നിരിക്കുകയാണ്. അവിടെ ഒരാൾ പാതി ആയതേ ഉള്ളൂ. അതിൻ്റെ ഭാഗം ഞാൻ അതിന് വേണ്ടി വരും.
ഇവിടെ രസമില്ലേ നൂഡിൽസ് വേവിച്ചിട്ട പോലെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രസം പിടിച്ചാൽ മതി മതി എല്ലാം കൂടെ അടിച്ചേറ്റോ വയാത്തല്ലോ രാമേൻ രസം. ഇവിടുത്തെ ഞാൻ കുറച്ച് മെയിൻ സ്പോർട്സ് കാണിച്ചത്. അതോ ആ കാണുന്നതാണ് നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയം. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ കറങ്ങി വരുമ്പോൾ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ വിധാൻ സൗധ. ഞാൻ നമ്മളുടെ ഫുഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ ഇറങ്ങുന്നു. ബൈ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയം. സ്റ്റേഡിയത്തിനടുത്തായിരുന്നു നമ്മുടെ കബ്ബോൺ പാർക്ക് നമ്മൾ പോയ റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. പോകുന്ന വഴി ഇഷ്ടംപോലെ പോലീസിനെ കാണാത്ത റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ പോയത് നമ്മുടെ RCB അവിടെ ഒരു പരേഡിന് വന്ന കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്നായിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ കറക്കം കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. ചെറിയൊരു നടത്തയാവാന്ന് വെച്ചാൽ ഇനി മെട്രോ സ്റ്റേഷൻ വരെ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മൾ തിരിച്ച് മെട്രോയിൽ വീട്ടിലോട്ട് പോവുകയാണ്. സോ ഇതാണ് നമ്മുടെ കബ്ബോൺ പാർക്കിൻ്റെ മെട്രോ സെക്ഷൻ. കാലയും കുത്തി വീഴല്ലു. സോ ഹൗ വാസ് യുവർ ഡേ? ഇറ്റ്സ് ഗുഡ്. അധിക സ്ഥലത്ത് പോയൊന്നുമില്ല, ബട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് 2 സ്ഥലത്ത് പോയി. കബ്ബോൺ പാർക്ക്, UB സിറ്റി, പിന്നെ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ടിൽ പോയി. എവിടെ കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെ പരാതി പരാതി പരാതി. ആ അതെ 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 ശരി. ഓക്കെ ബൈ. ബൈ ബൈ. ഇപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ ഒരാളതാ നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം തന്നെ നമ്മളെ അവിടെ നിന്ന് ഇറക്കി നമ്മളൊരു സ്ഥലത്തോട്ട് നടന്ന് പോവുകയാണ്. എന്താണെന്ന് നമുക്ക് കാണാം. ഇതോ ഫ്രണ്ടിൽ ഒരാൾ ബാഗ് തൂക്കി പോകുന്നത് കണ്ടല്ലോ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ നന്ദു ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന ടർഫ്. അവിടെ നമുക്ക് ബോളിങ്ങും ബാറ്റിങ്ങും പ്രാക്ടീസൊക്കെ ചെയ്യാം. നന്ദുവിനൊരു ക്രിക്കറ്റ് കിറ്റൊക്കെ ഉണ്ട്. അവൻ്റെ സേവിങ്സ് തന്നെ അവൻ മേടിച്ചതാണ്. അങ്ങനെ ഇതാ പാഡൊക്കെ ഇട്ട് അവൻ സെറ്റായി ഹെൽമെറ്റൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ അവനിതാ ഡക്കാക്കിയിരിക്കുകയാണ്. നമ്മുടെ ബാംഗ്ലൂരിൻ്റെ രോമാഞ്ചമായ ജിബിൻ ദാസ് M. ഹലോ ഹലോ, ഇങ്ങോട്ട് നോക്കൂ, ഒരു ഓട്ടോഗ്രാഫ് വരുമോ? ബാറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വർക്കലയുടെ രോമാഞ്ച കഞ്ചുകമായ നന്ദു. ചേട്ടനും അവനും കൂടെ വന്നാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാറ്. പപ്പു അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. കാരണം ബോൾ വന്ന് തട്ടി അവൻ നല്ല വേദന എടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാനും ജസ്റ്റ് ഒന്ന് പാഡായി കെട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.